അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നേക്കാൾ കുറവ് വോട്ട് കിട്ടിയവർ ജയിച്ചെന്ന പ്രഖ്യാപനം ജനാധിപത്യ വിരുദ്ധമെന്ന് രമേശ് പിഷാരടി 24നോട് പറഞ്ഞു. വോട്ട് കിട്ടി ജയിച്ചവർ വനിതാ സംവരണത്തിനായി മാറി നിൽക്കേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും രമേശ് പിഷാരടി തുറന്നടിച്ചു. 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഔദ്യോഗിക വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് രമേശ് പിഷാരടി മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ വനിതാ സംവരണത്തിന്റെ പേര് പറഞ്ഞ് അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു. ബൈലോ പ്രകാരം 4 വനിതാംഗങ്ങളെ ഉൾപ്പെടുത്തേണ്ടതിനാൽ രമേശ് പിഷാരടിയേക്കാൾ കുറവ് വോട്ട് കിട്ടിയവരെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അതൃപ്തി തുറന്നു പറഞ്ഞ് രമേശ് പിഷാരടി രംഗത്തെത്തിയത്. നമ്മുടെ സംഘടന ചെയ്യുന്ന വളരെ മാതൃകാപരമായ ഒരു സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ മാതൃകാപരമായ ഒരു കാര്യമായി കാണാവുന്നതായിരുന്നിട്ട് പോലും പത്രക്കുറിപ്പിലൂടെ നമ്മൾ കൃത്യമായി പുറത്തേക്ക് ഈ കാര്യങ്ങൾ അറിയിക്കാതിരുന്നതുകൊണ്ട് വോട്ട് കൂടുതൽ കിട്ടുകയും മാറിക്കൊടുക്കാൻ സന്നദ്ധനാവുകയും ഒക്കെ ചെയ്തെങ്കിലും ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പിന്നീട് വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ ഞാൻ അമ്മയുടെ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു വാർത്ത പരക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. കാരണം അതിന്റെ ആവശ്യമില്ല. വനിതാ സംവരണം നടപ്പാക്കാൻ ആവശ്യമായ സീറ്റുകൾ മാറ്റിവെക്കുകയാണ് വേണ്ടതെന്നും രമേശ് പിഷാരടി പറഞ്ഞു. സംഘടനയുടെ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന ആവശ്യത്തിൽ അമ്മ വിശദമായ ചർച്ച നടത്തും. 24 കൊച്ചി.